ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മാമ്പഴം വെച്ചിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. നല്ല പുളിപ്പുണ്ട് മാങ്ങയ്ക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ മാമ്പഴം നമ്മൾ നേരാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എനിക്കാണെന്ന് തോന്നുന്നു. നേരാക്കി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മാങ്ങ നേരാക്കൽ കഴിഞ്ഞു. അത് ഞാൻ നേരാക്കൽ പകുതിയായപ്പോൾ കാണിക്കും. അപ്പോൾ നമ്മൾ മാങ്ങ നല്ല വൃത്തിക്ക് നേരാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ജീരകത്തിൻ്റെയാണ്. ഞാനത് ജീരകം പൊട്ടിച്ചപ്പം അറിയാണ്ട് ഇതിലേക്ക് വീണതാണ്. ഓക്കെ. ഇനി നമുക്കിതിലേക്ക് ശർക്കര, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്നത് വേവിച്ചിട്ട് വരാം. ഒരു ആവേശം കൂടിയപ്പോൾ ഇപ്പോഴേ പോയിട്ട് ജീരകമൊക്കെ ഇട്ടു. ആവശ്യം കൂടിയതായതുകൊണ്ടാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. പക്ഷെ ഞാൻ ഇപ്പോഴേ ചുമ്മാ ഇട്ടു. ഒരു ചന്തൊക്കെ വരട്ടെ വിചാരിച്ചു. നമുക്ക് ലേശം ഉപ്പിടാം. അപ്പോൾ നമ്മൾ മാമ്പഴത്തിൽ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതുകൊണ്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ചിരകിയതെടുത്ത് നമുക്ക് അരയ്ക്കണം. ആ അരപ്പിൽ നമ്മൾ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. നമുക്കെന്നാൽ അത് അരച്ചിട്ട് ബാക്കി കാണാം. ഞാൻ ഈ കാര്യത്തിലൊരു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ. അതുകൊണ്ട് കുറേ ഡിഫക്റ്റ് കാണും, സഹിക്കുക. ഞാൻ കൈ കൊണ്ടൊക്കെയാണ് ഇടാറ്, സ്പൂൺ കൊണ്ടൊന്നും ഉണ്ടാക്കി വയ്യ. പ്രൊഫഷണലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ. ഓക്കെ. നമുക്കിതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളം ഒഴിക്കാം. അറിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. ഓക്കെ. ഇതാണ് ജീരകം. കുറച്ചിട്ടാൽ മതി. ഞാൻ ചുമ്മാ അതിൽ ഷോ ഓഫിന് വേണ്ടിയിട്ട് കുറേ ഇട്ടതാണല്ലോ. ഓക്കെ. അപ്പം അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കാരണം. അതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ. ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി. എന്ത് പറ്റി വെച്ചാൽ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ എണ്ണ താളിച്ച് അതിൽ കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളകെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. തേങ്ങ കുറച്ചധികം തിളച്ച് പോയി. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി കുട്ടിയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് കറക്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. മധുരം കുറച്ച് കൂടുതലാണ്, പക്ഷേ എനിക്കത് പാകമാണ്. എനിക്ക് അത്രയും മധുരം വേണം. ഓക്കെ. അപ്പോൾ കൊള്ളാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ശരിയായിട്ടുണ്ട്. ഓക്കെ. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ബൈ ബൈ.